ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ 500 ദിവസങ്ങൾ. അതെ, സമാനതകളില്ലാത്ത യുദ്ധത്തിന്റെ 500-ാം ദിനം. 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി ആക്രമണം അഴിച്ചുവിട്ടത്. ഒരു മാസത്തോളമായി ഗാസ മുനമ്പിൽ വെടിനിർത്തൽ തുടരുകയാണ്. എന്നാൽ നിലവിലെ വെടിനിർത്തൽ ഘട്ടം മാർച്ച് ആദ്യം അവസാനിക്കും. കക്ഷികൾ ഇത് നീട്ടുമോ, കൂടുതൽ ശാശ്വതമായ വെടിനിർത്തലിനായി ചർച്ചകൾ ആരംഭിക്കുമോ, അതോ യുദ്ധം പുനരാരംഭിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ ദുഷ്കരമായ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. 70-ലധികം ബന്ദികൾ ഗാസയിൽ അവശേഷിക്കുന്നു. പകുതിയോളം മരിച്ചതായും കരുതപ്പെടുന്നു. ഗാസയിലെ 20 ലക്ഷത്തിലധികം പലസ്തീനുകൾ വലിയ പ്രതിസന്ധിയിലാണ്. യുദ്ധത്തിൽ തകർന്ന പ്രദേശത്ത് നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഈ ജനതയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ഇസ്രായേൽ തലവൻ ഈ നടപടി ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ വാർത്തയല്ല. അതേസമയം പലസ്തീനികൾക്കൊപ്പം നിന്ന് ഗസയെ പുനർവികസിപ്പിച്ചെടുക്കാനുള്ള ഒരു മറുപദ്ധതിയിലാണ് ഈജിപ്ത് ശ്രദ്ധ ചെലുത്തുന്നത്. യുദ്ധക്കെടുതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇസ്രായേൽ സർക്കാരും ഗസയിലെ ആരോഗ്യ മന്ത്രാലയവും UN ഏജൻസികളും ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. മരണത്തിന്റെയും നാശത്തിന്റെയും തോത് കാണിക്കുന്ന ചില സംഖ്യകൾ ഇതാ. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1200. 251 പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോയി. ഇതിൽ 73 ബന്ദികൾ ഇപ്പോഴും ഗസയിൽ അവശേഷിക്കുന്നു. ബന്ദികളാക്കിയവരിൽ 36 പേർ മരിച്ചതായി കരുതപ്പെടുന്നു. ഗാസയിൽ 48,200-ലധികം പലസ്തീൻ വംശജർ കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. മരിച്ചവരിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. ഗസയിൽ പരിക്കേറ്റ പലസ്തീനികൾ 1,11,600. 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ 846 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ പറയുന്നുണ്ട്. ഇതിനോടകം ഗസയിൽ നിന്ന് 10,000-ലേറെ റോക്കറ്റുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തത്. അതേസമയം ഗാസയിലെ ജനസംഖ്യയുടെ 90% കുടിയിറക്കപ്പെട്ടു എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം വടക്കൻ ഗസയിലേക്ക് 5,86,000 പലസ്തീൻ പൗരന്മാർ എത്തിയെന്നും കണക്കുകളിൽ സൂചിപ്പിക്കുന്നു. ഹമാസിന്റെയും ലെബനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെയും ആക്രമണത്തിന് പിന്നാലെ 75,500-ലേറെ ഇസ്രായേൽ വംശജർ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. ഹമാസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗസയിലെ 2,45,000-ലധികം വീടുകളാണ് തകർക്കപ്പെട്ടത്. കൂടാതെ ഗസയിലെ 92% റോഡുകളും 84% ആരോഗ്യ കേന്ദ്രങ്ങളും ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.